Today we will discuss one remark. The error in approximating a P series sigma n equal to 1 to infinity 1 by n raised to P by its nth partial sum sigma n equal to 1 to n 1 by n raised to P is error equal to sigma n equal to 1 to infinity 1 by n raised to P minus sigma n equal to 1 to n 1 by n raised to P, which is equal to sigma n equal to n plus 1 to infinity 1 by n raised to P. By integral test, we can write this is less than or equal to integral n to infinity 1 by x raised to P dx, which is equal to, first we calculate the improper integral, then we get 1 by P minus 1 n raised to P minus 1, which is that means the error is less than or equal to this number. Error is less than or equal to this number. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പി സീരീസിന്റെ സമ്മ് ഇവാലുവേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. പി സീരീസിന്റെ സമ്മും അതിൻ്റെ ഒരു nth പാർഷ്യൽ സമ്മും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എറർ എന്ന് സൂചിപ്പിക്കും. അപ്പൊ ആ എറർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, എററിനുള്ള ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ടെസ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വാല്യൂ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മളത് ഒത്തിരി പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപകരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബ്ലം 1. It is known that sigma n equal to 1 to infinity 1 by n square equal to pi square by 6. Use this equation to calculate pi square by 6 with an error less than 0.05. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ പി സി പി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഈ 2 സീരീസിന്റെ സമ്മ് നമുക്ക് ഓൾറെഡി അറിയാം, പൈ സ്ക്വയർ ബൈ 6 ആണ്. അപ്പോൾ ഈ സമ്മേഷൻ ഈ വാല്യൂ നമുക്ക് അറിയാം. നമ്മളോട് പറഞ്ഞേക്കുന്ന എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ or equal to 0.05 ആയിട്ടുള്ള തരത്തിൽ പൈ സ്ക്വയർ ബൈ 6 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ നമുക്കറിയാം, ഇത് 0.05 ആണ്, ഇത് പൈ സ്ക്വയർ ബൈ 6 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുന്ന രീതിയിലുള്ള അതിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം. എറർ എന്ന് പറയുന്നത് we know that the error in approximating a P series sigma n equal to 1 to infinity 1 by n raised to P by its nth partial sum sigma n equal to 1 to n 1 by n raised to P is error എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം, 1 by P minus 1 into n raised to P minus 1 ആണ് നമുക്കറിയാം അല്ലേ. അപ്പൊ therefore ഇവിടെ നമ്മൾ എന്ത് ചെയ്താ, the error in approximating ഇവിടെ P എന്ന് പറയുന്നത് 2 ആണ്. 2 series by its nth partial sum is എന്ത് വരും, 1 by P എന്ന് പറയുന്നത് 2 ആണ്. അത് 2 minus 1 into n raised to 2 minus 1 എന്ത് കിട്ടും, 2 minus 1 1 ആണ്. ഇവിടെ 2 minus 1 1 ആണ്. അപ്പൊ നമുക്ക് 1 by n എന്ന് കിട്ടും. അത് 1 by n കിട്ടി. അപ്പൊ നമുക്ക് എറർ ലെസ് ദാൻ or equal to 1 by n നമുക്കറിയാവുന്ന അല്ലേ. അപ്പൊ എറർ ലെസ് ദാൻ or equal to 1 by n. അപ്പൊ ഈ 1 by n ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ we have an error less than 0.05 നമുക്കറിയാം. അപ്പൊ 0.05 നമുക്ക് എങ്ങനെ എഴുതാം, ഇത് 1 by 20 ആണ് 0.05 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ n-ന് പകരം നമുക്ക് 20 എടുക്കാം. Therefore we must have n equal to 20 എന്ന് എടുത്തു.
അപ്പം ഈ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഈ 20 പാർഷ്യൽ സം 20th പാർഷ്യൽ സം കണ്ടാൽ മതി. എറർ ഇതിൽ ചെറുതായി വരാൻ 20th പാർഷ്യൽ സം കണ്ടാൽ മതി. അപ്പോൾ നമ്മളതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാർഷ്യൽ സമ്മുകൾ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് 1 ആണ്. അടുത്തത് വരുമ്പോൾ 1 + 1/2² അല്ലേ? 1/2² എന്ന് പറഞ്ഞാൽ 1/4 which is equal to 1.25. അടുത്തത് 1 + 1/4 + 1/3², 1/9. അതിൻ്റെ വാല്യൂ 1.36. അങ്ങനെ എക്സെട്ര. നമുക്ക് അടുത്ത പാർഷ്യൽ സം എന്ന് പറയുന്നത് 1.42 കിട്ടും. അടുത്ത പാർഷ്യൽ സം 1.46. പിന്നെ അതിങ്ങനെ 1.49, 1.51, 1.53 ഇങ്ങനെ പോകും. അപ്പം നമുക്ക് കിട്ടേണ്ട പാർഷ്യൽ സം ഏതാണ്? ലാസ്റ്റ് പാർഷ്യൽ സം ആണ് നമുക്ക് കിട്ടേണ്ടത്. അതെന്ന് പറയുന്നത് അത് മാത്രം നമുക്ക് കാണാം. എന്ന് വെച്ചാൽ 20th പാർഷ്യൽ സം. 20th പാർഷ്യൽ സം എന്ത് വരും? ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 1 + 1/4 + 1/9 + 1/16 + എക്സെട്ര + 20th പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ 1/20². 20² എന്ന് പറയുമ്പോൾ 400. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1.596. അപ്പോൾ ഇതാണ് π²/6 അല്ലേ? π²/6ൻ്റെ വാല്യൂ വിത്ത് എറർ ലെസ് ദാൻ 0.05 എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് എറർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു. എന്ത് വെച്ചിട്ട്? ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ചിട്ട്. അപ്പം ഇങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റാണ്. അത് കമ്പാരിസൺ ടെസ്റ്റ്. കമ്പാരിസൺ ടെസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റിൽ 2 ടെസ്റ്റുകളുണ്ട്. കമ്പാരിസൺ ടെസ്റ്റിന് ഫസ്റ്റ് വൺ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റാണ്. ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഇതാണ്. ലെറ്റ് സിഗ്മ I = 1 to infinity AI and sigma I = 1 to infinity BI be series such that mod AI less than or equal to BI. If sigma I = 1 to infinity BI is convergent, then so is sigma I = 1 to infinity AI. അപ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നതാണ് 2 സീരീസ് ഉണ്ട്, സിഗ്മ AI-യും സിഗ്മ BI-യും. ആ 2 സീരീസിന്റെ കണ്ടീഷൻ ഇതാണ്. ഇതിൽ AI-ന്റെ മോഡുലസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വലിയ സീരീസ് അല്ലെ, BI എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വലിയ സീരീസ്. അത് അതിന്റെ സമ്മേഷൻ, ഈ സീക്വൻസിന്റെ സമ്മേഷൻ കൺവേർജന്റ് ആണെങ്കിൽ ഈ സീരീസിന്റെ സിഗ്മ I = 1 to infinity AI എന്ന് പറഞ്ഞ സീരീസും കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് സീരീസ് സിഗ്മ I = 1 to infinity -1/i divided by I into 3/i + 1 is convergent. അപ്പൊ ഇത് കൺവേർജന്റ് ആണ്, പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സീരീസിലെ ടേം എഴുതുക. അപ്പൊ കൺവേർജന്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ മോഡുല ഇത് AI ആയിട്ട് എടുത്ത് അതിന്റെ മോഡുലസിനേക്കാളും വലുതായിട്ടുള്ളൊരു സീക്വൻസ് എടുക്കണം അല്ലേ? അപ്പൊ for each I = 1 to 3 സൊല്യൂഷൻ ചെയ്യാം. for each I = 1 2 3 etc. let AI = ഈ ടൈം എഴുതാം -1/i divided by I into 3/i + 1. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ AI-ന്റെ മോഡുലസ് ഒന്ന് എടുത്തു നോക്കാം. നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു സീക്വൻസ് എഴുതണം. അപ്പോൾ മോഡ് AI = -1/iന്റെ മോഡ് എപ്പോഴും എന്താ വരിക? -1/1 ആണെങ്കിൽ മൈനസും പ്ലസും മാറി മാറി വരിക.
അല്ലേ? അപ്പം എന്തായാലും മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് വരും. അപ്പോൾ നമുക്ക് തന്നെ എടുക്കാം -1 ഡിവൈഡഡ് ബൈ I 3 അല്ലേ? അപ്പം ഇതിൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -1 തന്നെയാണ് വരിക. അപ്പം -1ന്റെ മോഡ് എന്ന് പറയുമ്പോൾ 1 I 3 കിട്ടും അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഇത് വലിയ നമ്പർ, അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീക്വൻസ് എടുത്താൽ അത് വരും. ഇവിടെ I എന്ന് പറഞ്ഞാൽ 1 തൊട്ട് കൂടി വരിക, നെഗറ്റീവ് നമ്പർ അല്ല. I എന്ന് പറഞ്ഞാൽ കൂടിയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഒരു സീക്വൻസ് എടുത്തു. 1/3 എടുത്തതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ലേ? അപ്പം I എന്ന് പറയുന്നത് അല്ലേ 1 എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ലെസ് ദാൻ എഴുതാം. ലെസ് ദാൻ 1/3 എഴുതാം. അപ്പം ഇതാണ് നമ്മൾ എന്ത് എടുക്കുക? BI ആയിട്ട് എടുക്കാം. H is equal to BI ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് BI ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ടേക്ക് BI equal to 1/3. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺവേർജൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സിഗ്മ I equal to 1 to infinity 1 അല്ലെ BI എഴുതുക, which is equal to sigma I equal to 1 to infinity 1/3 ഇതൊരു ജോമെട്രിക് സീരീസ് ആണല്ലോ. 1/3 1/3² എക്സെട്ര അല്ലെ? അപ്പൊ ജോമെട്രിക് സീരീസ് ആണ്. which is a geometric series with A എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം 1/3 ആൻഡ് R എന്ന് പറയുന്നത് 1/3. അത് ലെസ് ദാൻ 1 ആണല്ലോ, ലെസ് ദാൻ 1 ആണ്. അപ്പൊ നമ്മുടെ സീരീസിന്റെ സം എഴുതുക, which is equal to A എന്ന് പറഞ്ഞു A ഡിവൈഡഡ് ബൈ 1 - R ആണ്. അപ്പൊ A എന്ന് പറയുന്നത് 1/3 ഡിവൈഡഡ് ബൈ 1 - 1/3. 1/3/3 - 1 2/3. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1/2 കിട്ടും അല്ലേ? അപ്പൊ ജോമെട്രിക് സീരീസ് ആണ്. നമുക്ക് കൺവേർജന്റ് എന്ന് നോക്കാണ്ട് സമ്മ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ സമ്മ് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് എന്തായാലും ഈ സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം therefore സിഗ്മ I equal to 1 to infinity BI converges ആണ്. therefore hence by comparison test the given series also converges. ഈ സമ്മ് കാണേണ്ട ആവശ്യമില്ല, ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് നമുക്കറിയാം ജോമെട്രിക് സീരീസ് ആണ്. പിന്നെ R ലെസ് ദാൻ 1 ആണ്, അതുകൊണ്ട് ആ സീരീസ് എന്താണ്? കൺവേർജന്റ് ആയിരിക്കും. അതിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് BI കൺവേർജന്റ് ആയതുകൊണ്ട് ബൈ കമ്പാരിസൺ ടെസ്റ്റ് സിഗ്മ AI ഈസ് ഓൾസോ കൺവേർജന്റ്. ഇത്ര ഈസിയാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയാൽ മാത്രം മതി. ഇനി അടുത്ത ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ അടുത്തത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. ഇതില് 2 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അപ്പൊ ആദ്യം സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ലെറ്റ് സിഗ്മ I equal to 1 to infinity AI and sigma I equal to 1 to infinity BI be series with BI greater than 0 for all I. And first condition, if mod AI less than or equal to BI for all I, or if limit I tends to infinity mod AI by BI less than infinity, and sigma I equal to 1 to infinity BI is convergent, then sigma I equal to 1 to infinity AI is convergent. Second one, if AI greater than or equal to BI for all I, or if limit I tends to infinity AI by BI greater than 0 and sigma I equal to 1 to infinity BI is divergent, then sigma I equal to 1 to infinity AI is divergent. അപ്പോൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നതാണ്
സിഗ്മ എ ഐ അതുപോലെ സിഗ്മ ബി ഐ എന്ന് പറഞ്ഞ രണ്ട് സീരീസ് ഉണ്ട്. അതിൽ ബി ഐ എന്ന് പറയുന്നത് എപ്പോഴും ബി ഐയുടെ ടേമുകൾ, ഇതിലെ ടേമുകൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, എല്ലാ ആയിരിക്കും. ഫസ്റ്റ് പറയുന്നത് ഇതാണ്, മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ ഓൾ ഐ. അപ്പോൾ ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ ഈ സീരീസിലെ എ ഐ ബി ഐ എന്ന് പറഞ്ഞ ടേമുകൾ ഒന്നെങ്കിൽ ലിമിറ്റ് ഐ ടൈംസ് ടു ഇൻഫിനിറ്റി മോഡ് എ ഐ ബൈ ബി ഐ ലെസ് ദാൻ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സിഗ്മ ബി ഐ കൺവേർജന്റ് ആണ്, എന്ന് വെച്ചാൽ വലിയ സീരീസ്, വലിയ ഇതിന്റെ സീരീസ് കൺവേർജന്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സീരീസും എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ഇത് തന്നെ ഇതിന്റെ ഒരു ടേം തന്നെയാണ് നമ്മൾ ഫസ്റ്റത്തെ കണ്ടത്, ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ കണ്ടത്. അപ്പൊ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസിനും നമ്മൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്നതാണ് ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ എ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. ഇവിടെ എ ഐ ആണ് വലുത് ബി ഐനേക്കാളും, എല്ലാ ഐക്കും, ഫോർ ഓൾ ഐ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി, ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ബൈ ബി ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയി. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ഇതിലെ ചെറിയതിന്റെ സീരീസ്, ഇവിടെ ചെറുത് ബി ഐ ആണ്, അപ്പൊ അതിന്റെ സീരീസ് ഡൈവേർജന്റ് ആണ് എങ്കിൽ വലുതിന്റെ സീരീസ് എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ വലുത് കൺവേർജന്റ് ആണെങ്കിൽ ചെറുത് കൺവേർജന്റ് ആയിരിക്കും. അതുപോലെ ചെറുത് ഡൈവേർജന്റ് ആണെങ്കിൽ വലുത് ഡൈവേർജന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ്, ജസ്റ്റ് അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന്. അപ്പോൾ എന്ന് വെച്ചാൽ വലിയ സീരീസിൻ്റെത് കൺവേർജന്റ്, അപ്പൊ അതിനുള്ളിലുള്ള സീരീസ് എന്നുള്ള രീതിയിൽ എനെ എടുത്താൽ മതി, അപ്പൊ അത് കൺവേർജന്റ് ആയിരിക്കും. പിന്നെ ഒരു ചെറിയ സീരീസ് ഡൈവേർജന്റ് ആണ്, അപ്പൊ അതിനേക്കാളും വലുത് ഇതിനുള്ളിലായത് വരുന്നതെങ്കിൽ എന്താ, അപ്പോൾ ഇതും ഡൈവേർജന്റ് ആയിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ, ഈ രണ്ട് കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് റിസൾട്ട് അറിയാവുന്ന അത്യാവശ്യം കുറച്ച് സീക്വൻസുകൾ വേണം. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക, നമുക്ക് രണ്ട് സീക്വൻസിന്റെ ലിമിറ്റോ അല്ലെങ്കിൽ സമ്മ് കാണാനോ കൺവേർജൻസി കാണാനോ അല്ല ചോദിക്കുക, അല്ലെ? ഒരു സീരീസിന്റെ തരിക. അപ്പൊ നമുക്ക് അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ സീരീസ് അറിയണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ സീരീസ്, അങ്ങനത്തെ കുറച്ച് സീരീസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സീരീസ് ആണ്. ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നതാണ് ദ ജോമെട്രിക് സീരീസ്, സിഗ്മ k = 1 to infinity a r raised to k minus 1 which converges if mod r less than 1 and diverges if mod r greater than or equal to 1. നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്യുക, ജോമെട്രിക് സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ജോമെട്രിക് സീരീസ് നമ്മൾ മുന്നേ പഠിച്ച ജോമെട്രിക് സീരീസ് തന്നെയാണ്. അപ്പൊ അതിന്റെ ടേം പറഞ്ഞത് ഇവിടെ ആറിന്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും, ആറിന്റെ മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജന്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. രണ്ടാമത് നമ്മൾ അതും കണ്ടതാണ്, പി സീരീസ് വെച്ച് കമ്പയർ ചെയ്യാം. പി സീരീസ് എന്ന് പറയുന്നത് എപ്പോഴാണ് കൺവേർജ് ആവുക? പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ കൺവേർജന്റ് ആവും, അതുപോലെ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ ഡൈവേർജന്റ് ആവും. സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. The geometric series sigma k = 1 to infinity a r raised to k minus 1 which converges if mod r less than 1 and diverges if mod r greater than or equal to 1. Second one, the p series sigma I = 1 to infinity 1 by k raised to p which converges if p greater than 1 and diverges if p less than or equal to 1. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് കൺവേർജൻസും ഡൈവേർജൻസും ചെക്ക് ചെയ്യാം. പക്ഷെ സമ്മ് കാണാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, കൺവേർജൻസും ഡൈവേർജൻസും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ഓഫ് ദ ഫോളോവിങ് സീരീസ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. Sigma I = 1 to infinity 1 by 2 raised to I minus 1. Second one, sigma n = 1 to infinity √1 plus 4 raised to n divided by
1 plus 5 raised to n. Third one, sigma n equal to 1 to infinity root n raised to 4 plus 1 minus root n raised to 4 minus 1. അപ്പോൾ ഈ ഫസ്റ്റ് വൺ ഏകദേശം എളുപ്പം, നമുക്ക് ജസ്റ്റ് ഒരു ജോമെട്രിക് സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി രണ്ടെണ്ണം ചെയ്യാം, അതിന് ശേഷം നമുക്ക് അത് നോക്കാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്താൽ മതി. ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ എടുക്കാം. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ഇവിടെ എ എൻ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് വൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഹിയർ എ എൻ ഈക്വൽ ടു ഈ ടൈം ആണ് അല്ലേ. അപ്പോൾ റൂട്ട് 1 പ്ലസ് 4 റേസ് ടു n ഡിവൈഡഡ് ബൈ 1 പ്ലസ് 5 റേസ് ടു n ആണ്. അപ്പോൾ എ എൻ കിട്ടി. n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സമ്മേഷൻ ആണ് കണ്ട്. അപ്പോൾ നമുക്ക് ബി എൻ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യണം. ബി എൻ ഏതാണ് നമ്മൾ എടുക്കുക? ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ബി എൻ നമുക്ക് വേണം. ബി എൻ എങ്ങനെ നമ്മൾ എടുക്കും? അപ്പോൾ 1 പ്ലസ് 4 റേസ് ടു n. ബി എൻ എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് 4 റേസ് ടു n ഡിവൈഡഡ് ബൈ 5 റേസ് ടു n എടുത്താൽ നമുക്ക് ശരിയാവുമല്ലോ അല്ലേ. അപ്പം ഈ സീരീസ് നമ്മൾ എടുക്കാം. ഈ സീരീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വലുതോ ചെറുതൊന്നും നോക്കണ്ട, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് എടുക്കുക. ഇപ്പോൾ ബി എൻ ഈ സീക്വൻസ് എടുക്കുക. ഇതൊരു ജോമെട്രിക് സീക്വൻസ് ആണല്ലോ അല്ല. ജോമെട്രിക് ഇതിന്റെ സീരീസ് ജോമെട്രിക് സീരീസ് ആക്കാൻ പറ്റും. നമുക്കപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 4/5 ഓൾ റേസ് ടു n/2 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബി എൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn കാണാം. അപ്പം ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറഞ്ഞത് റൂട്ട് 1 പ്ലസ് 4 റേസ് ടു n ബൈ 1 പ്ലസ് 5 റേസ് ടു n ഡിവൈഡഡ് ബൈ ബി എന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ നേരെ തിരിച്ച് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പോൾ റൂട്ട് 5 റേസ് ടു n ബൈ 4 റേസ് ടു n എഴുതാം. അപ്പം ഇനി ഇതിൻ്റെ ലിമിറ്റ് ആണ് നമുക്ക് ഇവിടുന്ന് ഇതിനകത്തുനിന്ന് റൂട്ട് 5 റേസ് ടു n നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ റൂട്ട് 4 റേസ് ടു n കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കുറച്ച്. അപ്പോൾ എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് 4 റേസ് ടു n എടുക്കുക. ബാക്കി എന്തുണ്ടാവും? റൂട്ടിനുള്ളിൽ. അതുപോലെ താഴേന്ന് റൂട്ട് 5 റേസ് ടു n എടുക്കുക. അപ്പം ബാക്കി എന്തുണ്ടാവുക? ഇവിടെ 1/4 റേസ് ടു n വരും. റൂട്ടിനുള്ളിലാണല്ലോ. ഇവിടെ 1 ഉണ്ടാവും. റൂട്ട് 4 റേസ് ടു n പുറത്തെടുത്തല്ലോ. ഇനി അടുത്തത് ഇവിടെ 1/5 റേസ് ടു n ഉണ്ടാവും. ഇവിടെ 1. ഇനി ഇവിടെയുള്ള റൂട്ട് 5 റേസ് ടു n 5 റേസ് ടു n ഡിവൈഡഡ് ബൈ 4 റേസ് ടു n അല്ലേ. അപ്പം ഇതും കൂടെ കട്ട് ചെയ്യാം, ഇതും കൂടെ കട്ട് ചെയ്യാം. അപ്പം ടേം ഇത്രയായി മാറും. ഇനി ഇതിൻ്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1/∞ വരും. 0 ആണ്. ഇവിടെ 1/∞ വരും. അപ്പോൾ റൂട്ട് 1/1 എന്ന് വരും. അതെന്താണ്? 1 അല്ലേ. അപ്പോൾ വിച്ച് ഈസ് 1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 1 ലെസ് ദാൻ ഇൻഫിനിറ്റി ആയി. അത് ഇപ്പം ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ട് നമ്മുടെ ഏത് ഫസ്റ്റത്തെ കണ്ടീഷനാണ് നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മൾ ഈ സീരീസിനെ പറ്റി എടുക്കാം. ഈ 4/bn സീരീസ് കൺസിഡർ ചെയ്യാം. സിഗ്മ അത് കൺവേഴ്ജന്റ് ആണോ നോക്കാം. n = 1 ടു ഇൻഫിനിറ്റി bn എന്ന് പറയുന്നത് എന്താ? സിഗ്മ n = 1 ടു ഇൻഫിനിറ്റി 4/5 all raised to n/2. ഇതെന്താണ്? ഒരു ജോമെട്രിക് സീരീസ് ആണ് with the first term which is a geometric series
geometric series with first term a equal to 4/5 raised to 1/2 and common ratio എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ റേഷ്യോ തന്നെ. and ratio r equal to 4/5 raised to 1/2. ഇനി 4/5 raised to 1/2 അത് 1-നേക്കാളും ചെറുതാണോ? അതെ, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ ജോമെട്രിക് സീരീസ് എന്താണ്? നമ്മൾ തൊട്ട് മുന്നേ റിമാർക്കിൽ കണ്ടായിരുന്നു. therefore sigma bn is convergent. sigma bn convergent ആണ്. അപ്പോൾ hence by ratio test സിഗ്മ ബി എൻ കൺവേർജന്റ് ആണ്. അതുപോലെ ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റിയുമാണ്. അപ്പോൾ നമുക്ക് പറയാം സിഗ്മ എ എൻ കൺവേർജന്റ് ആണ് അല്ലേ? സിഗ്മ എ എനും കൺവേർജന്റ് ആണ്. സിഗ്മ ബി എൻ കൺവേർജന്റ് ആയതുകൊണ്ട് സിഗ്മ എ എൻ കൺവേർജന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ സീരീസ് കൺവേർജന്റ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത ഈ 2 പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്യാം. അടുത്ത നമുക്ക് ഈ ലാസ്റ്റ് സീരീസിൻ്റെ നോക്കാം. അപ്പോൾ ഇതിൽ എ എൻ എന്ന് പറയുന്നത് ഇതാണ്, തേർഡ് വൺ ആണ് നോക്കുന്നത്. ഇവിടെ എ എൻ ഈക്വൽ ടു റൂട്ട് എൻ റേസ് ടു 4+1 മൈനസ് റൂട്ട് എൻ റേസ് ടു 4 മൈനസ് 1. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതി നോക്കാം. ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ റൂട്ട് n raised to 4+1 minus root n raised to 4 minus 1 into root n raised to 4+1 plus root n raised to 4 minus 1 divided by ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണമല്ലോ. റൂട്ട് n raised to 4+1 പ്ലസ് റൂട്ട് n raised to 4 minus 1. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്സും. അപ്പോൾ നമ്മൾ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? a² മൈനസ് b² എന്ന് എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ a² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ n raised to 4+1 മൈനസ് ഇതിൻ്റെ സ്ക്വയർ n raised to 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് n raised to 4+1 പ്ലസ് റൂട്ട് n raised to 4 മൈനസ് 1. അപ്പോൾ ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ n raised to 4 n raised to 4 പോയി. ബാക്കി 1 മൈനസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ റൂട്ട് n raised to 4+1 പ്ലസ് റൂട്ട് n raised to 4 മൈനസ് 1. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീക്വൻസ് എടുക്കണം. അപ്പോൾ അതവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഈ റൂട്ട് n raised to 4+1 പകരം റൂട്ട് n raised to 4 എടുക്കാം. ഇവിടെ റൂട്ട് n raised to 4 എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 റൂട്ട് n raised to 4 എന്നുവെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയത് 2 റൂട്ട് n raised to 4+1 പ്ലസ് റൂട്ട് n raised to 4 മൈനസ് 1 ആണ്. അപ്പോൾ ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ -1ഉം +1 ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും റൂട്ട് n raised to 4 എന്ന് വെച്ചാൽ n². ഇവിടെ n² കിട്ടും. ഇപ്പോൾ 2n². അപ്പോൾ 1/n² വെച്ച് നമുക്കിതിനെ കമ്പയർ ചെയ്യാം. 1/n² എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒക്കെ ആയിരിക്കും വരും. അപ്പോൾ നമുക്ക് അത് വെച്ച് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ടേക്ക് bn ഈക്വൽ ടു 1/n² എടുക്കാം. അപ്പോൾ ഇനി ഇത് വെച്ച് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോവാം. ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn കാണാം. അപ്പോൾ an എന്ന് പറഞ്ഞ ഇതാണ് 2 റൂട്ട് n raised to 4+1 പ്ലസ് n raised to 4 മൈനസ് 1. എന്ത് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റിയൊരു സീക്വൻസ് എടുക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ഡിഗ്രിയാണ് നോക്കേണ്ടത്. നമ്മൾ ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ എന്നിൻ്റെ ഡിഗ്രി, എന്നിൻ്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ 4ഉം അതിൻ്റെ റൂട്ടും
4ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ n². അപ്പൊ ആ ടേം 1/n² വെച്ച് അങ്ങ് കമ്പയർ ചെയ്താൽ മതി. എല്ലാത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഡിവൈഡ് ബൈ bn. ഡിവൈഡ് ബൈ bn എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ n². അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? n² നമുക്ക് ഇതിന്റെ കൂടെ ആകാം. ലിമിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ലിമിറ്റ് n tends to infinity to n² divided by this number. ഇനി ഇതൊന്ന് നമ്മൾ വാല്യൂ ചെയ്യാണ്. അപ്പൊ ലിമിറ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഇവിടുത്തെ ടേമിൽ നിന്ന് നമുക്കൊരു n² പുറത്തെടുക്കാം, നേരത്തെ ചെയ്ത പോലെ. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity to n² മേലെ എഴുതുക. താഴത്തേന്ന് n² ഒന്ന് എടുത്തു. n² എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? ഇവിടെ n⁴ റൂട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1 ഉണ്ടാവുള്ളൂ. റൂട്ടിനുള്ളിൽ 1 + 1/n⁴ വരും. പ്ലസ് റൂട്ട് 1 - 1/n⁴. അപ്പൊ ഇത്ര ഉണ്ടാവും ബാക്കി. ഇനി n² നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ n-ൽ ലിമിറ്റ് കൊടുക്കാം. n-ന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ n-ന് ഇൻഫിനിറ്റി 1/∞ 0 ആയി. ഇവിടെ n-ന് ഇൻഫിനിറ്റി 1/∞ 0. അപ്പൊ റൂട്ട് 1 + 1 വരും അല്ലേ. അപ്പൊ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് 2/1 + 1 എന്ന് വെച്ചാൽ 2/2 എന്ത് കിട്ടി? 1 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പൊ bn-ന്റെ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇനി എന്ത് ചെയ്യണം? bn എന്ന് പറഞ്ഞ സീരീസ്, bn-ന്റെ സിഗ്മ നൊട്ടേഷനിലുള്ള സീരീസ് എന്ത് ചെയ്യണം? അത് കൺവേർജന്റ് ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ ഓൾസോ സിഗ്മ n = 1 to infinity bn എന്താ? സിഗ്മ n = 1 to infinity 1/n² ആണ് അല്ലെ. അപ്പൊ ഇത് p സീരീസ് ആണ് അല്ലെ. ബീങ് എ p സീരീസ് വിത്ത് p എന്ന് പറയുന്നത് എത്രയാ? വിത്ത് p = 2. p > 1 ആണെങ്കിൽ p സീരീസ് കൺവേർജന്റ്. അപ്പൊ > 1 ആണ്, ഈസ് കൺവേർജന്റ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് സിഗ്മ bn കൺവേർജന്റ് ആണ്, അതുപോലെ ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ n = 1 to infinity an is also convergent. Hence by ratio comparison test the given series sigma n = 1 to infinity an is also convergent. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഫസ്റ്റ് ചെയ്യാറുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, അത് നിങ്ങളൊന്ന് സ്വന്തം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ലിമിറ്റ് കാണാൻ നമ്മൾ മുന്നേ പഠിച്ച പല റൂളുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ലോപ്പിത്താൾ റൂളും അങ്ങനത്തെ ഏത് റൂൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് സെമ്മിലെ പഠിച്ചതാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നമ്മളൊന്ന് ചെയ്തു നോക്കുക.